ചലച്ചിത്ര പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഐഷ സുൽത്താന. ദ്വീപിലെ സമീപകാല പ്രതിസന്ധികൾക്ക് ഉത്തരവാദി മുഹമ്മദ് ഫൈസൽ MP കൂടിയാണെന്നാണ് ഐഷ സുൽത്താനയുടെ ആരോപണം. ഇന്ന് ടിക്കറ്റ് ഇല്ല, ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള കപ്പലില്ല, ജനങ്ങൾ ഇത്ര അധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തിനേറെ പറയണം, വെള്ളത്തിന് പോലും റേഷനായ സ്ഥിതിയാണ്. ഇനിയും ഞങ്ങൾ സഹിക്കണോ നിങ്ങളെപ്പോലൊരാള്? ഇനിയും ഞങ്ങൾ വിശ്വസിക്കണോ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ? ലക്ഷദ്വീപിലെ കപ്പൽ യാത്രാ പ്രതിസന്ധി മുതൽ ടൂറിസം വികസനത്തിനായി മദ്യനിരോധനം എടുത്തു കളയുന്നതുവരെയുള്ള പ്രശ്നങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോട പട്ടേൽ മാത്രമാണ് ഉത്തരവാദിയെന്ന ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിന്റെ വാദങ്ങൾക്കെതിരെയാണ് ഐഷ സുൽത്താന രംഗത്തെത്തിയത്. പ്രഫുൽ കോട പട്ടേലിന്റെ മേളിലേക്ക് ഇട്ടുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും അയാളുടെ മേളിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോവുക ചെയ്തിരിക്കുന്നത്. ഇതല്ല ഒരു MPക്ക് ചേരുന്ന കാര്യം. അപ്പൊ ഈ മാലി മോഡൽ ടൂറിസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് പെർമിറ്റ് എടുത്ത് കളയണമെന്ന് ആവശ്യപ്പെട്ടത്. ആരോടാണ് ആവശ്യപ്പെട്ടത്? കേന്ദ്രത്തോടാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇപ്പൊ പ്രഫുൽ കോട പട്ടേൽ എന്താണ് ലക്ഷദ്വീപിൽ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേ കാര്യമാണ്. അതായത് മാലി മോഡൽ ടൂറിസം ആണ് അയാളും പ്ലാൻ ചെയ്യുന്നത്. ലക്ഷദ്വീപിന്റെ പെർമിറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഇതൊരു കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കാൻ തന്നെയാണ്. ഇത് തന്നെയല്ലേ നിങ്ങളും ചെയ്തത്? MP ഫൈസൽ BJPയെ പുകഴ്ത്തുകയും കോൺഗ്രസിനേക്കാൾ നല്ലത് BJP ആണെന്ന് തുറന്നു പറയുകയും ചെയ്ത ആളാണ്. താൻ NCPക്കെതിരല്ലെന്നും MP ഫൈസലിന്റെ നിലപാടുകളെയാണ് വിമർശിക്കുന്നതെന്നും ഐഷ സുൽത്താന പറയുന്നു. നിങ്ങൾ BJPയിലേക്ക് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ വ്യക്തിയല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ അപ്പൊ പറയുകയും ചെയ്തു കോൺഗ്രസിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് BJP ആണ്. നിങ്ങളോടാണ് എനിക്ക് പേഴ്സണലി ഇഷ്യൂ. കാരണം നിങ്ങളാണ് ലക്ഷദ്വീപിനെ വഞ്ചിച്ച ഒരേ ഒരു വ്യക്തി, അല്ലാതെ നിങ്ങളുടെ സംഘടനയല്ല. NCPS എന്ന് പറയുന്ന സംഘടനയെ ഞാൻ കുറ്റം പറയില്ല, കാരണം അതെന്റെ വാപ്പാടെ പാർട്ടിയാണ്. ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപക ചർച്ചയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ NCPക്കും മുഹമ്മദ് ഫൈസലിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണിത്. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ 1.